വിദേശ സംഭാവന സ്വീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ കർശനമാക്കിയിരിക്കുന്നു. FCRA നിയമത്തിൽ ഭേദഗതി വരുത്തി. സർക്കാർ നൽകിയ 105 പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കിയാൽ മാത്രമേ ഇനി വിദേശ സംഭാവനയ്ക്ക് അനുമതി ലഭിക്കുകയുള്ളൂ. ചട്ടങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ രംഗത്തെത്തി. വിദേശ സംഭാവന സ്വീകരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കർശനമാക്കിയാണ് FCRA നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തിയത്. ചട്ടങ്ങൾ കർശനമാക്കിയതോടെ ഇനി പൊതുവായ പ്രവർത്തനം മാത്രം ചൂണ്ടിക്കാട്ടി സംഭാവന സ്വീകരിക്കാൻ കഴിയില്ല. മതം, സംസ്കാരം, സാമ്പത്തികം, വിദ്യാഭ്യാസം, സാമൂഹികം എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലായി 105 തരം പ്രവർത്തനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതാണെന്ന് വ്യക്തമാക്കിയാൽ മാത്രമേ FCRA രജിസ്ട്രേഷൻ വഴി വിദേശ സംഭാവന സ്വീകരിക്കാൻ സാധിക്കൂ. FCRA രജിസ്ട്രേഷനോ നിലവിലുള്ളത് പുതുക്കാനോ ശ്രമിക്കുന്ന NGOകൾ അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളുടെയും വെബ്സൈറ്റുകളുടെയും വിശദാംശങ്ങൾ അപേക്ഷയിൽ വെളിപ്പെടുത്തണം. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ FCRA ബിൽ കൊണ്ടുവന്നേക്കും. അതിനു മുൻപായാണ് 2011 വിദേശ സംഭാവന നിയന്ത്രണ നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗസറ്റ് വിജ്ഞാപനം പുറത്തിറക്കിയത്. അതേസമയം FCRA ചട്ടങ്ങളിൽ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആശങ്ക അറിയിച്ചു. NGOകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന നിയമങ്ങളാണെന്നും 2 വർഷത്തിനകം 10 ലക്ഷം രൂപ ചിലവാക്കണമെന്നത് പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നുമാണ് CBCI നിലപാട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.